കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നിർണായക കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ കൂടിക്കാഴ്ച വൈകിട്ട് 5:30-നാണ്. ഖാർഗെയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. അതേസമയം ദീപാദാസ് മുൻഷി 6:30 കേരളത്തിലെത്തും. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഇതാ കൂടിക്കാഴ്ചകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെങ്കിലും മുഖ്യമന്ത്രിയെ കിട്ടുമോ എന്ന ഒരു ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിലാണ് കോൺഗ്രസ് പ്രവർത്തകരും സംസ്ഥാനത്തെ പൗരനെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും. അക്ഷയ്, ഇന്ന് എന്തായാലും ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. പ്രത്യേകിച്ച് വൈകിട്ട് 5:30 കൂടി മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയിലായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അതിന് പിന്നാലെയായിരിക്കും പ്രഖ്യാപനം ഉണ്ടാകുക. എന്തായാലും നിലവിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. വൈകിട്ട് 6:50 കൂടിയായിരിക്കും ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് എത്തുക. ഇതിനൊക്കെ പിന്നാലെയായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും നിലവിൽ ഇരു ക്യാമ്പുകളും VD ക്യാമ്പായാലും KC ക്യാമ്പായാലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനം തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള വലിയ വിശ്വാസത്തിൽ തന്നെയാണ്. കാരണം നിലവിൽ ഇപ്പോൾ തന്നെ VD സതീശൻ്റെ വീട്ടിലേക്ക് അണികളൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ലീഗിൻ്റെ അടക്കം ആളുകൾ നേതാക്കളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ ഇതിനോടൊക്കെ തന്നെ VD ക്യാമ്പിൽ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വലിയ ആത്മവിശ്വാസം VD ക്യാമ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെയാണ് KC ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഈ ഒരു പ്രഖ്യാപനം MLA-മാരുടെ പിന്തുണയ്ക്ക് അനുകൂലമായിട്ടാകുമോ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു ജനപിന്തുണ സൃഷ്ടിച്ചെടുത്തതിൻ്റെ പേരിലായിരിക്കുമോ ഒരു പ്രഖ്യാപനം എന്നതാണ് ഇനി നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അതല്ലെങ്കിൽ ഈ രണ്ടുപേരെയും പരിഗണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ, അതായത് ആരെ പരിഗണിച്ചാലും സംസ്ഥാനത്ത് കോൺഗ്രസിൽ പാർട്ടിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളൊരു വിലയിരുത്തലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ സമവായം എന്നോണം ചെന്നിത്തലയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതൊക്കെ തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5:30 കൂടിയാണ് നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ആരംഭിക്കുക. അതിന് പിന്നാലെ ഒരു പ്രഖ്യാപനം എന്തായാലും ഉണ്ടാകും. അക്ഷയ്, ശരി. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി.